ഹയർ സെക്കൻഡറി വിഭാഗം ഇരുള നൃത്തത്തിൽ പങ്കെടുത്ത കുറച്ച് മിടുക്കികളാണ് ഇപ്പോൾ സി മലയാളം ന്യൂസിനൊപ്പം ചേരുന്നത്. നമുക്ക് ആദ്യം തന്നെ എന്താണ് ഇരുള നൃത്തം എന്ന് കേൾക്കാം. എന്താ മോളെ പേരെന്താ? സ്വർണ. എന്താണ് ശരിക്കും ഇരുള നൃത്തം? പാലക്കാട് ജില്ലയിൽ അട്ടപ്പാടി പ്രദേശത്ത് ആദിവാസി വിഭാഗങ്ങളായ ഇരുളക്കാർ ഈ നൃത്തം മരണം, ജനനം, കല്യാണം, മറ്റാഘോഷങ്ങൾക്കെല്ലാം ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഇത് പാരമ്പര്യമായി തുടർന്ന് ഇഷ്ടത്തോളം എത്ര ആൾക്കാർ കൂടുമ്പോൾ അത്ര ആൾക്കാർ കൂടി കളിക്കാവുന്നതാണ്. ചെറിയ പിള്ളേർ മുതൽ വലിയവരുമായി ഇത് ചേരുന്നതാണ്. മോളിത് നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു? ചെറുപ്പം മുതലേ അറിയാവുന്ന. അപ്പം ഈ സ്റ്റേറ്റിലേക്ക് എത്തുമ്പോൾ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു? അത് കാരണം കുറേ ആൾക്കാരെ കൂടുതൽ എല്ലാവരും പഠിപ്പിക്കണം, അങ്ങനെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എങ്ങനെയാണ് സ്റ്റേറ്റ് വരെ എത്തിയത്? എല്ലാവരുടെയും പരിശ്രമവും ഒരു ആത്മവിശ്വാസം കൂടി. കാരണം ജില്ലയിലും സബ് ജില്ലയിലും ഒക്കെ ഇത് അവതരിപ്പിക്കണം, അതൊക്കെ എങ്ങനെയാണ് പഠിച്ചെടുത്തൊക്കെ? എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് പഠിച്ചാണോ? പിന്നെ ജില്ല വരെ ഞങ്ങൾ സ്വയം പഠിച്ചാണ്, അറിയാവുന്നതൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പഠിച്ചാണ്. പിന്നെ ഞങ്ങൾക്കൊരു സാറന്മാരെയും ഒക്കെ കിട്ടിയ പിന്നെ അതുമൂലം അവരവരോട് കുറച്ചും കൂടി ബെറ്ററായി പഠിക്കാൻ ശ്രമിച്ചു. നമുക്ക് ഒന്ന് ആരൊക്കെയാണ് നിങ്ങളുടെ ടീം മെമ്പർ ഒന്ന് പരിചയപ്പെടുത്താവോ? ആര്യ സജി +2 കൊമേഴ്സ്, ഭവ്യ MG +2 ഹ്യൂമാനിറ്റീസ്, ശരണ്യ ശശി +2 ഹ്യൂമാനിറ്റീസ്, ആദിത്യ ജയൻ +1 കൊമേഴ്സ്, സ്നേഹ +1 കൊമേഴ്സ്, കവിത +1 ഹ്യൂമാനിറ്റീസ്, വിനയ +1 കൊമേഴ്സ്, പിന്നെ വിദ്യ +1 കൊമേഴ്സ്, അനിക കൃഷ്ണ +1 കൊമേഴ്സ്, സീത മഹാലക്ഷ്മി +2 ഹ്യൂമാനിറ്റീസ്, രഞ്ജിത +2 ഹ്യൂമാനിറ്റീസ്. ഈ പരിപാടി കഴിഞ്ഞ ടെൻഷനൊന്നുമില്ല, എല്ലാവരും എനിക്ക് നോക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയിലും ഭയങ്കര ചിരിയിലും തന്നെയാണ് എല്ലാവരും ഉള്ളത്. ഇപ്പോൾ ഇതെന്തൊക്കെയാണ് വാദ്യോപകരണങ്ങൾ? ഇത് ദവില്, ദബ്ബട്ട. ഇത് ആദ്യമായിട്ടാണോ ഇപ്പോൾ ഈ പരിപാടിക്ക് വേണ്ടിയിട്ടാണോ ഉപയോഗിക്കുന്നത്? നേരത്തെ ഉപയോഗിച്ച ശീലം ഉണ്ടായിരുന്നോ? ഇല്ല, ആദ്യമായിട്ടാണ്. അപ്പോൾ ടെൻഷൻ വല്ലതും ഉണ്ടായിരുന്നോ? അതെങ്ങനെയാണ് ഉപയോഗിക്കുക അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളത്? ഇല്ല, ടെൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. മോക്ക് ടെൻഷൻ ഉണ്ടായിരുന്നോ? എന്തായാലും ഇവരെ ഒരു ചെറിയൊരു പെർഫോമൻസ് നമുക്ക് കാണാം.
ഏറ്റുമാനൂർ GMRS സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ഒരു വലിയ പെർഫോമൻസ് തന്നെയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിഞ്ഞത്. ഇനി ഒരു ടീച്ചർമാരോട് ചോദിക്കാം, എങ്ങനെയായിരുന്നു ഒരു പ്രാക്ടീസും അല്ലെങ്കിൽ എങ്ങനെയാണ് സ്റ്റേറ്റ് ലെവൽ വരെ എത്തിയെന്ന കാര്യങ്ങളൊക്കെ? കുട്ടികൾ ഏറ്റുമാനൂർ MRS സ്കൂളിലെ കുട്ടികളാണ്. പല ജില്ലകളിൽ നിന്നുള്ള കുട്ടികളുണ്ട്. വയനാട്, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള കുട്ടികളാണ്. +2 വിദ്യാർത്ഥികളാണ്. അവർ ജില്ലാതലത്തിൽ അവർ തന്നെയാണ് പ്രാക്ടീസ് ചെയ്ത് മത്സരിച്ച് വിജയിച്ച കുട്ടികളാണ്. പിന്നീട് സ്റ്റേറ്റിലേക്ക് വരുന്നത് കൊണ്ട് ഒരു അധ്യാപകൻ്റെ ഹെൽപ്പ് കൂടി എടുത്ത് കുട്ടികൾ നന്നായി പ്രാക്ടീസ് ചെയ്ത് വന്നതാണ്. ഞങ്ങൾ തലേന്നേ ഇവിടെ വന്ന് സ്റ്റേ ചെയ്താണ് ഇന്നിവിടെ മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റിയത്. വളരെ സന്തോഷമുണ്ട്. കുട്ടികൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം ആദ്യമായിട്ടാണ് സ്റ്റേറ്റ് ലെവലിൽ ഇങ്ങനെ ഒരു മത്സരം തന്നെ വരുന്നത്. തീർച്ചയായിട്ടും. പൊതുവിൽ ഞാൻ പറഞ്ഞാൽ നമ്മുടെ സ്കൂൾ ഒരു ട്രൈബൽ സ്കൂളാണ്. MRS മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽപ്പെട്ട ഒരു സ്കൂളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിലൊരു 80% ആൾക്കാരും ഗോത്ര വിഭാഗങ്ങളിൽപ്പെട്ട പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണ്. അപ്പം വളരെ ജനസമ്പർക്കമൊക്കെ കുറഞ്ഞ ഏരിയയിൽ നിന്നൊക്കെ വരുന്ന കുട്ടികളുണ്ട്. അവരെ സംബന്ധിച്ചത് വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇവിടെ ഇത്രയും ആൾക്കാരുടെ ഇടയിൽ വന്ന് അവരുടേതായ ഒരു തനതായ ഒരു നൃത്തരൂപം കാണിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ ടെൻഷൻ ഉണ്ടായിരുന്നു. എങ്കിലും കുട്ടികൾ തന്നെയാണ് ജില്ലാ തലത്തിലൊക്കെ അവർ തന്നെയാണ് അത് പ്രാക്ടീസ് ചെയ്തത്. അതിനുശേഷം നമുക്ക് തോന്നി കുട്ടികൾക്കൊരു അസിസ്റ്റൻസ് കൊടുക്കണം എന്ന് കരുതി നമ്മളൊരു അധ്യാപകനെ ഏർപ്പെടുത്തി. എന്തായാലും നന്നായിട്ട് അവരെ പരിശീലിപ്പിച്ചാണ് ഇങ്ങോട്ട് വിട്ടത്. എങ്ങനെയായിരുന്നു ഇതിൻ്റെ പരിശീലനമൊക്കെ ഇവർക്ക്? ജില്ലാ തലത്തിൽ ഇതിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഇതിൽ ഇരുള വിഭാഗത്തിൽപ്പെട്ടൊരു കുട്ടിയുണ്ട്. അട്ടപ്പാടിയിൽ അതിൽ പെട്ടൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയാണ് മെയിനായിട്ട് ഇവരെല്ലാവരും പരിശീലിപ്പിച്ചത്. സ്റ്റെപ്പും കാര്യങ്ങളും ഒക്കെ ഇവർക്ക് ഓൾറെഡി അറിയാമല്ലോ, അങ്ങനെ പരിശീലിപ്പിച്ചു. പിന്നെ യൂട്യൂബിൻ്റെ ഡെഫിനറ്റ്ലി അതിൻ്റെ സഹായമുണ്ട്. അപ്പോൾ നമ്മളോട് ജഡ്ജസ് പിന്നീട് പറഞ്ഞു യൂട്യൂബിനെ അധികം ആശ്രയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ തീരുമാനിച്ചു ഇനി നമ്മൾ ആരെങ്കിലും ഒരാളെ കൊണ്ടുവന്ന് സാർമാരെ വെച്ച് പഠിപ്പിക്കാം എന്നുള്ള രീതിയിലായിരുന്നു. അതിനുശേഷം സ്റ്റേറ്റിലേക്ക് നമ്മൾ സെലക്റ്റഡ് ആയപ്പോഴത്തേനും നമ്മൾ സാറ് വന്നു, പഠിപ്പിച്ചു. പിന്നെ ഒത്തിരി മിസ്റ്റേക്കുകളുണ്ട്, കാരണം നമ്മൾ യൂട്യൂബിനെ എത്ര ആശ്രയിച്ചെന്ന് പറഞ്ഞാലും യൂട്യൂബ് ഒരിക്കലും ഒരു ഗുരുവാകത്തില്ല. അതുകൊണ്ട് തന്നെ ആ സാറാണ് കൃത്യമായിട്ട് എവിടെയൊക്കെയാണ് പ്രൊണൗൺസിയേഷൻ, ഇവരുടെ ഗോത്ര ഭാഷയൊക്കെ അതാണല്ലോ, അപ്പോൾ അതിൻ്റെ പ്രൊണൗൺസിയേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതും തെറ്റുകൾ തിരുത്തി കൊടുത്തതെല്ലാം ആ സാറ് തന്നെയാണ്. അത് കഴിഞ്ഞപ്പോൾ ഒരു 2 ദിവസത്തെ ക്ലാസ്സാണ് 2 ദിവസം വന്ന് നിന്ന് ക്ലാസ് എടുക്കുമായിരുന്നു. 2 ദിവസത്തിൽ തന്നെ കുട്ടികൾ വേഗം തന്നെ പഠിച്ചെടുത്തു. 2 ദിവസത്തെ ക്ലാസ്സേ അവർക്ക് കിട്ടിയുള്ളൂ. പിന്നീട് അവർ തന്നെ പ്രാക്ടീസ് ചെയ്ത് ഇവരുടെ തന്നെ ഈ പട്ടികജാതി പട്ടികവർഗ വകുപ്പിൻ്റെ കീഴിലെ സർഗോത്സവം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു വയനാട്. അതിലും കുട്ടികൾ പങ്കെടുത്തതാണ്. അപ്പോൾ അതിന് 2നും കൂടി പ്രാക്ടീസ് കൊടുത്തു അവർ പെർഫോം ചെയ്തു. ഇപ്പം ഏതൊക്കെ ജില്ലയിലുള്ള കുട്ടികളുണ്ട് ഇതിൽ? ഈ ഗ്രൂപ്പിൽ എല്ലാ ജില്ലയിൽ നിന്ന് തന്നെ ഏകദേശം ഉണ്ട്. വയനാട്, പാലക്കാട്, പിന്നെ എറണാകുളം ഉണ്ട്, കൊല്ലമുണ്ട്, എല്ലാ ജില്ലയിൽ നിന്നും ഉണ്ട്. നമുക്ക് സ്കൂളിൽ റെസിഡൻഷ്യൽ ആയതുകൊണ്ട് മിക്ക എല്ലാ ജില്ലകളിൽ നിന്ന് തന്നെ കുട്ടികൾ നമുക്കുണ്ട്. എന്നാലും അടിപൊളിയായി കളിച്ചു പിള്ളേർ ഇവിടെ. അതെ, നന്നായി പെർഫോം ചെയ്യാൻ പറ്റി. കുട്ടികൾക്കൊരു വലിയൊരു അനുഭവമാണ് ഇത് വന്ന് ഇനി ഒരു സർട്ടിഫിക്കറ്റ് കൂടെ കിട്ടിയാൽ അവർക്കതും വലിയ കാര്യമാണ്. എന്തായാലും ആദ്യമായി സംസ്ഥാന കലോത്സവത്തിലാണ് സംസ്ഥാനത്തിൽ ഈ വർഷമാണ് ആദ്യമായി ഈ ഇരുള നൃത്തം അവതരിപ്പിക്കുന്നത്. എന്തായാലും അതിൽ ഒരുപാട് കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. ഈ ഒരു പുതിയ കലയെ കൂടി ഈ കലോത്സവ വേദികളിൽ എല്ലാവരും സ്വീകരിച്ചു കഴിഞ്ഞു. ക്യാമറാമാൻ പത്മകുമാറിനൊപ്പം രജീഷ് നരിക്കുനി, സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.